നമസ്കാരം. വൃക്ഷങ്ങൾ നടുന്നതോടൊപ്പം അതിൻ്റെ പരിപാലനം വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ ചെയ്യുവാൻ സഹകരണ സംഘങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നും അത് പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും വൃക്ഷങ്ങൾ നടുന്നതിലൂടെ അന്തരീക്ഷ മലിനീകരണം തടയപ്പെടേണ്ടതാണെന്നും കിഴക്കേക്കടങ്ങല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ടി കെ ഷാജഹാനും സെക്രട്ടറി ശ്രീ സന്തോഷ് കുമാറും ചാനലിനോട് പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനമാണ് ഇന്ന്. മുഴുവൻ കുട്ടികളെ കൊണ്ടും എല്ലാ സ്കൂളുകളിലും വൃക്ഷത്തൈ നട്ട് ഈ നാടിന് തന്നെ ഒരു തണലേകുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എല്ലാ സ്കൂളുകളിലും എല്ലാ കുട്ടികളെ കൊണ്ടും തൈ വയ്ക്കാനും വീട്ടിൽ എല്ലാ കുടുംബങ്ങളിലും ഇതേപോലെ തന്നെ തൈ നട്ടു വളർത്തുന്നതിനും ഇന്ന് ലോകത്തെമ്പാടുമുള്ള ഈ പൊല്യൂഷൻ്റെയും അതേപോലെ ലോകത്തെമ്പാടും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ ആ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനും ചൂടിൻ്റെയും ഹ്യൂമിഡിറ്റിയും കുറയ്ക്കുന്നതിന് വേണ്ടിയുമെല്ലാം അത്യുത്തമമായ കാര്യമാണ് ഏറ്റവും കൂടുതൽ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു ദൗത്യം ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിന് ഒരു നമ്മുടെ സഹകരണ വകുപ്പിൻ്റെ സർക്കുലർ കണ്ടത് അതിൻ്റെ പരിപാലനം കൂടി അതിനകത്ത് ലക്ഷ്യമിട്ടിട്ടുണ്ട്. വയ്ക്കുന്ന വൃക്ഷങ്ങൾ കൃത്യമായിട്ട് പരിപാലിച്ച് പോകാനായിട്ട് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി സ്കൂളുകളുടെ അവരുടെ ഒരു സഹകരണത്തോടുകൂടി അതിൻ്റെ പരിപാലനോടെ ലക്ഷ്യമിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ വൃക്ഷം വെച്ചിട്ട് പോകുന്ന ഇതിനെ എത്രത്തോളം വളരുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും നോക്കാത്ത ഒരു സിറ്റുവേഷൻ മാറിയിട്ട് അത് പരിപാലിക്കുന്ന ഒരു രീതിയുണ്ട്. വളരെ നല്ലതാണ്. പരിസ്ഥിതി ദിനത്തിന് എല്ലാവിധ ആശംസകളും.